ചെറുപ്പക്കാരുടെ ജീവിതം അത്ര ഹാപ്പി അല്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പുതിയൊരു പഠനം. US ആസ്ഥാനമായുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ഇക്കണോമിക് റിസർച്ച് പ്രസിദ്ധീകരിച്ച ഐക്യരാഷ്ട്രസഭ കമ്മീഷൻ ചെയ്ത പഠനത്തിലാണ് നിർണായകമായ ഈ കണ്ടെത്തൽ. ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, US എന്നിവിടങ്ങളിൽ നടത്തിയ പഠനമാണെങ്കിലും അതൊരു ആഗോള പ്രതിഭാസമാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. 12-നും 25-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിലും കൗമാരക്കാരിലും സന്തോഷമില്ലായ്മയുടെ തോതിൽ വർധനവ് പ്രകടമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. പലരും വിഷാദവും മാനസിക അസ്വസ്ഥതയും നേരിടുന്നവരാണ്. അതിന്റെ തോതാകട്ടെ മുൻ ജനറേഷനിലുള്ളവരെക്കാൾ അധികമാണെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അവരിൽ പലരും വിഷാദവും മാനസിക അസ്വസ്ഥതയും നേരിടുന്നു. ഇത് കുറച്ച് വയസ്സിന് മുകളിലുള്ളവരെക്കാൾ വളരെ കൂടുതലാണ്. അതേസമയം പ്രായമായവർ ഇപ്പോഴും പ്രായത്തിനനുസരിച്ച് അവർക്ക് ജീവിതം നൽകുന്ന സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും ഉയർച്ചയോടെ യുവതലമുറ നേരിടുന്നത് അഭൂതപൂർവമായ വെല്ലുവിളിയാണെന്നും പഠനം വെളിപ്പെടുത്തുന്നു. ചെറുപ്പക്കാർക്കിടയിൽ സന്തോഷത്തിന്റെ കുറവും വർദ്ധിച്ച ഇന്റർനെറ്റ് ഉപയോഗവും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. യുവതലമുറയും അവർക്ക് മുൻപുള്ളവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്തോഷക്കുറവിനുള്ള പ്രധാന വില്ലനായി ഗവേഷകർ കുറ്റപ്പെടുത്തുന്നത് ഇന്റർനെറ്റിനെയാണ്. 2024 പ്യൂ റിസർച്ച് അമേരിക്കയിലും യൂറോപ്പിലും നടത്തിയ സർവേകളിലും സമാനമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ ചെറുപ്പക്കാരിൽ 4-ൽ 3 പേർക്കും സമാധാനം അറിയുന്നത് സ്മാർട്ട് ഫോൺ ഇല്ലാതിരിക്കുമ്പോഴാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. കൂടാതെ യൂറോപ്പിലെ ചെറുപ്പക്കാരിലുള്ള അസന്തുഷ്ടിക്ക് കാരണം സമൂഹ മാധ്യമ ഉപയോഗമാണെന്നും കണ്ടെത്തിയിരുന്നു. യൂറോപ്പിൽ തന്നെ ഏറ്റവും അധികം സന്തോഷമാന്ദ്യം നേരിടുന്ന ചെറുപ്പക്കാർ UK-യിലാണെന്നായിരുന്നു ബ്രിട്ടീഷ് ചാരിറ്റി സംഘടനയായ ദി ചിൽഡ്രൻ സൊസൈറ്റിയുടെ പഠനം കണ്ടെത്തിയിരുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ 10-നും 17-നും ഇടയിൽ പ്രായമുള്ളവരിൽ 11% അസുഖകരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. രാജ്യത്തെ അധിക ജീവിത ചെലവ് നേരിട്ട് ബാധിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരിൽ 6-ൽ ഒരാൾക്ക് കുറഞ്ഞ ജീവിത സംതൃപ്തിയാണെന്നും പഠനം പറഞ്ഞിരുന്നു. ഈ പഠനങ്ങളുടെ എല്ലാം കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന നിരവധി ഗവേഷണങ്ങൾ പശ്ചിമേഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നു. സ്മാർട്ട് ഫോണുകളോ ഇന്റർനെറ്റോ ഉപയോഗിക്കാത്ത അതേ പ്രായത്തിലുള്ള മുൻ തലമുറകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന മധ്യവയസ്കരായ ആളുകളുടെ സന്തോഷത്തിന്റെ അളവ് കുറവാണെന്നതിന് തെളിവുണ്ടെന്നും NBER പഠനം പറയുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോളതലത്തിൽ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിലെ സന്തോഷത്തിന് നാടകീയമായ ഇടിവ് സംഭവിച്ചതായി 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടും പറയുന്നുണ്ട്. യുവാക്കൾ കൂടുതൽ അസന്തുഷ്ടരാകുന്ന ട്രെൻഡിനെ തടയാനുള്ള നടപടികൾക്കുള്ള നയരൂപീകരണത്തിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും പഠനം പറഞ്ഞു വെക്കുന്നു. സ്മാർട്ട് ഫോണുകൾ മാറ്റിവെച്ച് ആളുകളുമായി സംവദിക്കാനാണ് യുവാക്കളോട് ഗവേഷകർ ഉപദേശിക്കുന്നത്. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സന്തോഷമാന്ദ്യത്തിന്റെ ട്രെൻഡ് ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നതിൽ ഉറപ്പില്ലെന്നും ഈ ട്രെൻഡിന്റെ വ്യാപനം വർദ്ധിക്കുകയാണെന്ന ആശങ്കയും ഗവേഷകർ പങ്കുവെക്കുന്നുണ്ട്.